ഞാനിങ്ങോട്ട് വരുന്ന ഒരു ഫ്രണ്ട് വഴിയാണ്. ഇവൻ വന്നിട്ട് പറഞ്ഞു, ഞാനിനി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡോപ്പേല ചെയ്യുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഒരു റിപ്പീറ്റർ ആയിരുന്നു. അപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഡോപ്പയിലാണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഡോപ്പയില. ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഡോപ്പയിൽ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരോട് അത്രയും ഒരു ട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട്. റിപ്പീറ്റിംഗ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈസി ആയിട്ടുള്ള ഒരു പാത്തല്ല. ഇവിടെ എല്ലാം ഡോക്ടേഴ്സാണ്. നമ്മുടെ മെന്റേഴ്സ് ഡോക്ടേഴ്സാണ്, ഡയറക്ടേഴ്സ് ഡോക്ടേഴ്സാണ്, ഫാക്കൽറ്റീസ് ഡോക്ടേഴ്സാണ്. അവരുടേതായ ലൈഫ് കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യും. അവർക്കറിയാം അവർ പോയ വഴി, അവർ ഫേസ് ചെയ്ത ചലഞ്ചസ് എങ്ങനെയൊക്കെ ഏത് സമയത്ത് അത് ശരിയാക്കി തരാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സിനും മെന്റേഴ്സും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റും. അവർ കറക്റ്റാണ്, അവർ പെർഫെക്റ്റ് ടൈമിംഗ് ആണ് നമുക്ക് വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ അത്രയും സ്ട്രെസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അവർ നമുക്ക് വേണ്ടി സപ്പോർട്ട് അവർ ചെയ്യുന്നുണ്ട്. ഇവിടെ 2 ബാച്ച് ഉണ്ട്, മോർണിംഗ് ബാച്ച് ഉണ്ട്, നൈറ്റ് ബാച്ച് ഉണ്ട്. ചിലർക്ക് രാവിലെ ഇരുന്ന് പഠിച്ചാലേ അത് കയറും, ചിലർക്ക് നൈറ്റ് ഇരുന്ന് പഠിക്കുന്നതാവും. ഓക്കെ, എല്ലാവർക്കും പഠിക്കേണ്ട രീതിക്ക്, അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് രീതിക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാന്നുള്ള ആ ഒരു മോട്ടീവ് വെച്ചിട്ടാണ് അങ്ങനെ 2 ഡിഫറെൻറ്റ് ബാച്ച് ആക്കി ഇട്ടിട്ടുള്ളത്. ഞാൻ മോർണിംഗ് ബാച്ച് ആയതുകൊണ്ട് നമുക്ക് 6:30 to 8 o'clock വരെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സാണ്. അത് കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക് കിട്ടും. നൈറ്റ് ഒരു 1 മണി വരെ ആകും നൈറ്റ് ബാച്ചിന്റെ ഷെഡ്യൂൾ. നമ്മുടെ ടൈമിന് കൃത്യമായിട്ട് വാല്യൂ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഡിഫറെൻ്റ് അല്ലേ, അപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന സമയവും ഡിഫറെൻ്റ് ആവും. അതുകൊണ്ട് 2 ബാച്ച് നല്ല യൂസ്ഫുൾ ആണ്. 8:45 നമുക്ക് മോർണിംഗ് മീറ്റിംഗ് ഉണ്ടാവും. അതായത് ഡെയിലി ആഷിഖ് സാറ് വന്നിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും. നമ്മൾ ആ സംഭവം കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പഠിക്കാനുള്ള ഒരു ഫ്ലോ കിട്ടും. സാറൊക്കെ മോർണിംഗ് മീറ്റിംഗ് നമുക്കൊരു പ്രത്യേക ഉഷാറാണ്. 15 മിനിറ്റാണ് ആ മോർണിംഗ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യം വീഡിയോ ക്ലാസ്സസ് ആവും. വീഡിയോ ക്ലാസ്സസ് കണ്ടതിൻ്റെ ശേഷം അതിൻ്റെ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. പിന്നെ നമ്മൾ കഴിഞ്ഞ ലൈവിൻ്റെ ക്ലാസ്സുകളിൽ നോട്ട്സ് റിവൈസ് ചെയ്യുക, അതിന് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ലൈബ്രറി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഫ്രണ്ട്സായിട്ട് പോയിട്ട് അവിടെ ഷെയർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. നമുക്ക് ആർക്കും കിട്ടുന്നില്ലെങ്കിൽ നമ്മളത് സാറിനോട് ഡയറക്റ്റ്ലി ചോദിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എക്സാം ഉണ്ടാവും വീക്ക്ലി ട്വൈസ്, മൺഡേയും ഫ്രൈഡേയും എക്സാം ഉണ്ടാവും. പിന്നെ മന്ത്ലി ഗ്രാൻഡ് എക്സാം ഉണ്ടാവും. പിന്നെ റിവിഷൻ എക്സാം ഉണ്ടാവും. മെയിൻലി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് മെയിനായിട്ട്. ഒരു ക്ലാസ് എന്നുള്ളതിനേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് ഒരു റിപ്പീറ്ററിൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ നമുക്കിവിടെ മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, നമ്മളെ വരുന്നവരൊക്കെ മെജോറിറ്റിയും മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന ആൾക്കാരും അവരവരുടെ സ്റ്റോറിയൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും. ഒരു ഫുൾ ജേണി ഒരു 10 മാസം മിനിമം വരുന്ന ഒരു ജേണിയാണല്ലോ നീറ്റ് റിപ്പീറ്റിംഗ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അത്രയും മാസം നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ഫേസസിലൂടെ നമ്മൾ കടന്നുകൊണ്ട്, അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ടീം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്തത്. ഈ മെൻറ്റേഴ്സിന് മെയിൻ ആയിട്ടുള്ള ബെസ്റ്റ് ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഇവരും നമ്മളുടെ സെയിം പാതയിലൂടെ കടന്നുപോയി വിജയിച്ച ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് അവർ പറയുന്നത് കുറച്ചുകൂടെ നല്ലപോലെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളോട് ഇങ്ങനെ ഓരോരോ അവരുടെ എക്സ്പീരിയൻസുകളും കാര്യങ്ങളും കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ അടുത്ത വർഷം നമ്മളും ഇങ്ങനെ ഇരിക്കേണ്ടതാണല്ലോ, നമുക്കും ആ ഒരു ഇതൊക്കെ നമുക്കൊരു പഠിക്കാനുള്ള ഇൻസ്പിറേഷനാണ് മെയിൻലി. പിന്നെ ആസിഫ് സാറായാലും ആഷിഖ് സാറായാലും നിയ സാറായാലും എല്ലാവരും ഈ ഡോക്ടറായിട്ടുള്ളതും പിന്നെ കോളേജിൽ നിന്നുണ്ടായി ഇങ്ങനെ ഓരോ എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോൾ നമുക്കും ആ ഒരു ജീവിതം ലീഡ് ചെയ്യണമെന്നുള്ളൊരു ഫീലിംഗ് കിട്ടും. നമുക്കിപ്പോൾ ഒരു ഡൗട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ടാബിൽ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് ഡൗട്ട് വെബ് എന്ന് പറയുന്നത് അവർ ഡോപ്പ ഗുരുസ് ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഇട്ട് നമ്മുടെ ഡൗട്ട് അയച്ചെടുക്കുക. അപ്പോൾ അവർ ഒന്നെങ്കിൽ അത് അവർക്ക് ചെയ്ത് പറഞ്ഞിട്ടും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാണ്ടിരിക്കുക ഒരു വോയിസ് അയക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഡൗട്ട് അയച്ചിട്ട് ഇവിടെയാണ് എനിക്ക് സംശയം എന്ന് പറയുമ്പോൾ അവർ നമുക്ക് ഇങ്ങനെയല്ല അങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ വരുമ്പോൾ കുറച്ചുകൂടി യൂസ്ഫുൾ ആണ്. ഡിസ്കഷൻ ഉണ്ട് ടാബിൽ തന്നെ. അത് എന്ന് പറയുമ്പോൾ ഡോപ്പയിലെ സ്റ്റുഡൻസ് തന്നെയുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡൗട്ട് ഇടുമ്പോൾ സ്റ്റുഡൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പഠിക്കാൻ കുറച്ച് എളുപ്പമുള്ള രീതിയുണ്ട്. അപ്പോൾ നമുക്ക് അവരെങ്ങനെയാണ് മനസ്സിലാക്കി വെക്കണേ, ഊടായ്പ വഴികളൊക്കെ ആണെങ്കിൽ നമുക്ക് ആ വഴിയിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുമ്പം ഡോപ്പ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് നേടും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് തലയിൽ കയറിയാൽ പിന്നെ അല്ല. നമുക്ക് ഡോപ്പ തരുന്നൊരു ബിലീഫ് ഉണ്ട്, അത് നമ്മളെ സക്സസിലേക്ക് എത്തിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്.